ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏവറേജ് സ്പീഡും ഏവറേജ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു കാറ് എക്സ് ആക്സിലൂടെ മൂവ് ചെയ്യുന്നു. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കാർ മൂവ്സ് ഫ്രം ഒ ടു പി ഇൻ 18 സെക്കൻഡ്സ്. വാട്ട് ഈസ് ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി? നമുക്കറിയാം ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ ഇവിടെ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടണമെങ്കിൽ ആദ്യം ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കാറ് മൂവ് ചെയ്യുന്നത് ഒയിൽ നിന്ന് പിയിലേക്കാണ്. ഓക്കെ, ഒ എന്ന് പറയുന്നത് 0 ആണ്, പി എന്ന് പറയുന്നത് 220 ആണ്. അപ്പോൾ ഒ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ആക്ച്വൽ പാത്ത്, ദാറ്റ് ഈസ് ഒ പി, ദാറ്റ് ഈസ് ഈക്വൽ ടു 220 മീറ്റർ അല്ലേ. സോ you can write it as OP divided by T is equal to 220 divided by time 18 second ആണ്. Okay, so the answer is 220 divided by 18 meter per second. മനസ്സിലായല്ലോ. അടുത്തത് ആവറേജ് വെലോസിറ്റി. നമുക്കറിയാം ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. നമുക്കറിയാം ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ആൻഡ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് എഫ് മൈനസ് എക്സ് ഐ ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ ഇവിടെയുള്ള ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് ഒ ആണ്. ഒ എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. സോ ദ ഇനീഷ്യൽ പൊസിഷൻ കോർഡിനേറ്റ് എക്സ് ഐ ഈക്വൽ ടു 0 ആയിരിക്കും. ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് പി ആണ്. ഫൈനലി ദ കാർ ഈസ് റീച്ച്ഡ് അറ്റ് പി. സോ എക്സ് എഫ് ഈസ് ഈക്വൽ ടു 220 മീറ്റർ. ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? 220 മൈനസ് 0 ഡിവൈഡഡ് ബൈ 18. സോ ദ ആൻസർ ഈസ് 220 ഡിവൈഡ് ബൈ 18 മീറ്റർ പെർ സെക്കൻഡ്. ശരിയല്ലേ? ഓക്കെ, നിങ്ങൾ ആവറേജ് സ്പീഡിൻ്റെയും ആവറേജ് വെലോസിറ്റിയും വാല്യൂ നോക്കൂ. ആവറേജ് സ്പീഡ് 220 ബൈ 18 മീറ്റർ പെർ സെക്കൻഡ്, ആവറേജ് വെലോസിറ്റി 220 ഡിവൈഡ് ബൈ 18 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അത് രണ്ടിൻ്റെ വാല്യൂ കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും ആവറേജ് സ്പീഡ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി എന്നാണ്. ശരിയല്ലേ? അപ്പോൾ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും ഈക്വൽ ആവാം. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് ഈക്വൽ ആയത്? വസ്തു ഒയിൽ നിന്ന് പിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിലല്ലേ. സോ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി വെൻ ദ ബോഡി ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ. ശരിയല്ലേ? ഇവിടെ ഒ മുതൽ പി വരെ മൂവ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ് വിത്ത് സെയിം ഡയറക്ഷൻ. അതായത് ഒരു വസ്തു സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്, മാത്രമല്ല അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നില്ല എങ്കിൽ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ കാർ മൂവ്സ് ഫ്രം ഒ ടു പി ഇൻ 18 സെക്കൻഡ് then moves back from P to Q in 6 seconds. Okay, here we can take T1 is equal to 18 second and T2 is equal to 6 second. ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ഇവിടെ വസ്തു സഞ്ചരിക്കുന്നത് ഒയിൽ നിന്ന് പിയിലേക്കാണ്, പിന്നീട് പിയിൽ നിന്ന് ക്യൂയിലേക്കാണ്. ഒ മുതൽ പി വരെയുള്ള ദൂരം 220 മീറ്റർ എന്നറിയാം. പി മുതൽ ക്യൂ വരെയുള്ള ദൂരം പി 220 മീറ്റർ, ക്യൂ 120 മീറ്റർ. സോ ഇറ്റ് ഈസ് 100 മീറ്റർ അല്ലേ. അതുകൊണ്ട് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒ പി പ്ലസ് പി ക്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം T1 പ്ലസ് T2, ദാറ്റ് ഈസ് 220 പ്ലസ് 100 ഡിവൈഡ് ബൈ 18 പ്ലസ് 6. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ 320 ഡിവൈഡഡ് ബൈ 24 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം. വി ഹാവ് ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ശരിയല്ലേ? ഇവിടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഇനീഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ മാർക്ക് ചെയ്യണം അല്ലേ. എന്നിട്ട് അതിനിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് എക്സ് എഫ് മൈനസ് എക്സ് ഐ ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ഈസ് T1 പ്ലസ് T2. ശരിയല്ലേ? ഇവിടെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് വസ്തു സ്റ്റാർട്ട് ചെയ്യുന്നത് ഒയിൽ നിന്നാണ്. സോ ഇനീഷ്യൽ പൊസിഷൻ ഈസ് ഒ, ദാറ്റ് ഈസ് എക്സ് ഐ ഈക്വൽ ടു 0. ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് അത് പിയിലേക്ക് സഞ്ചരിച്ചു, പിന്നീട് പിയിൽ നിന്ന് ക്യൂയിലേക്ക് സഞ്ചരിച്ചു. സോ ഫൈനൽ പൊസിഷൻ ഈസ് ക്യൂ. ഓക്കെ, ക്യൂ എന്ന പൊസിഷൻ്റെ കോർഡിനേറ്റ് 120 ആണ്. സോ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒ ആൻഡ് ക്യൂ ഈസ് 120 മീറ്റർ.
ശരിയല്ലേ? സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 120 മൈനസ് 0 ഡിവൈഡ് ബൈ 18 പ്ലസ് 6 ദറ്റ് ഈസ് 120 ഡിവൈഡ് ബൈ 24 മീറ്റർ പെർ സെക്കൻഡ്. ശരിയല്ലേ? ഇവിടെ നമുക്ക് കാണാം ഏവറേജ് സ്പീഡ് 320/24 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഏവറേജ് വെലോസിറ്റി 120/24 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഏവറേജ് സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഏവറേജ് വെലോസിറ്റി. ശരിയല്ലേ? അപ്പോൾ ഫസ്റ്റ് കേസിൽ ഏവറേജ് സ്പീഡും ഏവറേജ് വെലോസിറ്റിയും ഈക്വൽ ആണെന്ന് മനസ്സിലായി. സെക്കൻഡ് കേസിൽ ഏവറേജ് സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഏവറേജ് വെലോസിറ്റി എന്നും മനസ്സിലായി. ശരിയല്ലേ? അതുകൊണ്ട് ഇത് രണ്ടും കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഏവറേജ് സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഏവറേജ് വെലോസിറ്റി. മനസ്സിലായില്ലേ? പക്ഷെ ഒരിക്കലും ഏവറേജ് സ്പീഡ് ഏവറേജ് വെലോസിറ്റിയേക്കാൾ കുറയില്ല. മനസ്സിലായോ? ഏവറേജ് സ്പീഡും ഏവറേജ് വെലോസിറ്റിയും ഈക്വൽ ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ വെൻ ദ ബോഡി ഈസ് ട്രാവലിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്തൗട്ട് റിവേഴ്സിങ് ഇറ്റ്സ് ഡിറക്ഷൻ. മനസ്സിലായോ? ബാക്കിയുള്ള എല്ലാ കേസിലും ഏവറേജ് സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഏവറേജ് വെലോസിറ്റി. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതുകൊണ്ട് നമുക്കിതിനെ മാറ്റി എഴുതാം. ഏവറേജ് സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഏവറേജ് വെലോസിറ്റി. ഓക്കെ, ഇത് നമുക്ക് ഒന്നുകൂടി മോഡിഫൈ ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. ഏവറേജ് സ്പീഡിനെ നിങ്ങൾ ഏവറേജ് വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് ഏവറേജ് സ്പീഡ് ബൈ ഏവറേജ് വെലോസിറ്റി. ഓക്കെ, ഏവറേജ് വെലോസിറ്റി ബൈ ഏവറേജ് വെലോസിറ്റി 1 ആണ്. സോ ഏവറേജ് സ്പീഡ് ബൈ ഏവറേജ് വെലോസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് നേരെ തിരിച്ചെഴുതിയാലോ? Therefore ഏവറേജ് വെലോസിറ്റി ഡിവൈഡ് ബൈ ഏവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. Okay, so average speed by average velocity is greater than or equal to 1, but average velocity by average speed is less than or equal to 1. മനസ്സിലായല്ലോ? സോ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇത് കുറേ പ്രാവശ്യം ബോർഡ് എക്സാമിനും എൻട്രൻസ് എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. നല്ലപോലെ പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടൈം ടേക്കൺ ഫോർ ദ മോഷൻ ഈസ് 2 minutes. ഓക്കെ, നിങ്ങൾക്ക് വസ്തു മൂവ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്, ഒരു ഫിഗറായിട്ട് തന്നിട്ടുണ്ട്, അതിലത് ഡയറക്ഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വസ്തു എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ആ കാണിച്ചിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് അത് വീണ്ടും എവിടെ തന്നെ തിരിച്ചെത്തുന്നു? എയിൽ തന്നെ തിരിച്ചെത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഏവറേജ് സ്പീഡും ഏവറേജ് വെലോസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ ടൈം 2 minutes എന്നാണ് തന്നത്. സോ വി ക്യാൻ കൺവേർട്ട് 2 minutes ഇൻറ്റു സെക്കൻഡ്. നമുക്കറിയാം 1 minute 60 seconds ആണ്. സോ 2 minutes ഈസ് ഈക്വൽ 2 × 60 ദാറ്റ് ഈസ് 120 seconds. ഓക്കെ, നമുക്ക് ആദ്യം ഏവറേജ് സ്പീഡ് കാണാം. ഏവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ആക്ച്വൽ പാത്ത് ആണ്. സോ വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ്? എ ടു സി ദാറ്റ് ഈസ് AC പ്ലസ് CD പ്ലസ് CE പ്ലസ് EF പ്ലസ് FB പ്ലസ് BA ഓൾ ഡിവൈഡ് ബൈ ടൈം T. ഓക്കെ, നിങ്ങൾ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. AC എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, so we can substitute the values from the figure. So 5 plus 3 plus 5 plus 3 plus 10. പക്ഷേ ഇവിടെ AB that is B to A ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡിയിൽ നിന്ന് ഒരു ലൈൻ വരക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ദൂരം 3 meter ആണ്. ഓക്കെ, താഴെയുള്ള ഭാഗത്തിൻ്റെ ദൂരം നമുക്ക് കാണാം, അതും എത്ര തന്നെയാണ്? 3 meter ആണ്. സോ ദ ടോട്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ B ആൻഡ് A ഈസ് 6 meter. അപ്പോൾ നമുക്ക് 6 meter എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിവൈഡ് ബൈ ടൈം 120 seconds. സോ ദ ആൻസർ ഈസ് വാട്ട്? 32 ഡിവൈഡ് ബൈ 120 meter per second. മനസ്സിലായില്ലേ? ഇനി അടുത്തത് നിങ്ങളോട് ചോദിക്കുന്നത് ഏവറേജ് വെലോസിറ്റി ആണ്. ഏവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇനി നമുക്കറിയാം ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. ഇനീഷ്യൽ പൊസിഷൻ അറിയണം. ഇവിടെ ഇനീഷ്യൽ പൊസിഷൻ A ആണ്. ഫൈനൽ പൊസിഷനും ഏത് തന്നെയാണ്? A തന്നെയാണ്. ബിക്കോസ് ഫൈനലി ദ ബോഡി റിട്ടേൺസ് ടു ദ പോയിന്റ് A അഗെയിൻ. ഓക്കെ, സോ ഇവിടെ XF മൈനസ് XI ഡിവൈഡ് ബൈ T ആണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി ഇവിടെ ഈ ഇക്വേഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്. സോ ഇനീഷ്യൽ പൊസിഷൻ കോർഡിനേറ്റ് ആൻഡ് ഫൈനൽ പൊസിഷൻ കോർഡിനേറ്റ് ആർ സെയിം. സോ ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. ഓക്കെ, മനസ്സിലായല്ലോ? സോ ദ ആവറേജ് വെലോസിറ്റി ഈസ് 0. ഓക്കെ, ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ഏവറേജ് വെലോസിറ്റി 0 ആണ്, പക്ഷേ ഏവറേജ് സ്പീഡ് 0 അല്ല. മനസ്സിലായോ? അതായത് ഏവറേജ് വെലോസിറ്റി 0 ആകുമ്പോൾ ഏവറേജ് സ്പീഡ് നോൺ സീറോ വാല്യൂ ആകാം. ഓക്കെ, അതായത് ഏവറേജ് വെലോസിറ്റിയും ഏവറേജ് സ്പീഡും 0 ആവുന്ന കേസ് ഏത് മാത്രമേ ഉള്ളൂ? ബോഡി റെസ്റ്റിലാവുമ്പോൾ മാത്രമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.